വിക്രം ഒരു ആനക്കോട്ടയിലൂടെ നടക്കുകയായിരുന്നു. അവിടെ ആനകളെ കൂട്ടിലിടുകയോ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വിക്രമന് മനസ്സിലായി. അവിടെ നിന്ന് അവ പുറത്തു പോകാതിരിക്കാൻ ഒരു ചെറിയ കയറുകൊണ്ട് ഒരു കാലിൽ ബന്ധിച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആനകൾ ചെറിയ കയർ പൊട്ടിക്കാൻ പോലും ശ്രമിക്കാത്തതെന്ന് വിക്രം അത്ഭുതപ്പെട്ടു. അവയ്ക്കതിന് എളുപ്പം കഴിയുമായിരുന്നു. പക്ഷേ അവ അത് ചെയ്തില്ല. എന്താണ് അതിന് കാരണമെന്ന് വിക്രമന് അറിയണമായിരുന്നു. ആനകൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലും നടത്താതെ നിൽക്കുന്നതെന്ന് അടുത്തുനിന്ന ഒരു പരിശീലകനോട് വിക്രം ചോദിച്ചു. പരിശീലകൻ പറഞ്ഞത് ഇങ്ങനെ: ആന കുഞ്ഞായിരുന്നതു മുതൽ ഇതേ വലുപ്പത്തിലുള്ള കയറിലാണ് ബന്ധിച്ചിരുന്നത്. ആ പ്രായത്തിൽ അവയെ തളയ്ക്കാൻ ഇത് മതിയായിരുന്നു. വളർന്നപ്പോഴും അവയുടെ വിചാരം കയർ പൊട്ടിക്കാൻ തങ്ങളെക്കൊണ്ട് ആവില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ പൊട്ടിക്കാനുള്ള ശ്രമം അവ നടത്തുന്നില്ല. തന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന വിശ്വാസം കുറേ കാലമായി മനസ്സിൽ ഉറച്ചതുകൊണ്ട് മാത്രമാണ് കയർ പൊട്ടിച്ച് ആന രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത്. നമ്മളും ചിലപ്പോഴൊക്കെ ഈ കഥയിലെ ആനയെപ്പോലെ ചിന്തിക്കാറുണ്ട്. എഴുത്തുകാരനായ മരിയം വില്യംസൺ പറഞ്ഞത് പോലെ, ചിന്തകളല്ലാതെ മറ്റൊന്നും നിങ്ങളെ ബന്ധനസ്ഥരാക്കുന്നില്ല, ഭയമല്ലാതെ മറ്റൊന്നും നിങ്ങളെ പരിമിതപ്പെടുത്തുന്നില്ല, വിശ്വാസമല്ലാതെ മറ്റൊന്നും നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല. ഈ കഥയിൽ നിന്ന് വ്യക്തമാകുന്നത് വിശ്വാസവും യാഥാർത്ഥ്യവും വ്യത്യസ്തങ്ങളായ രണ്ടു കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന പരിമിതികൾ സൃഷ്ടിക്കുന്ന വിശ്വാസങ്ങളെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നലകളിലെ നഷ്ടങ്ങളെ മറന്നുകൊണ്ട് നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം.